ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ. അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവവുമായി അടിയനിതാ. ഹല്ലേലൂയ. Thank you, Jesus. Thank you. Thank you, Father. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, കർത്താവിൻ്റെ കരുണയാണ് എന്നെ നടത്തിയത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുമ്പേ നിഗളം. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകും. അതുകൊണ്ട് ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമ
ഹൃദയമെപ്പോഴും എനിക്കായി തുടിക്കുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, കർത്താവിനെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയും എന്ന് പറയും. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ പടർച്ചവ്യാധിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീണേക്കാമെങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നീ നോക്കി നിന്റെ കണ്ണുകൊണ്ട് ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. നീ കർത്താവിനെ നിന്റെ സങ്കേതമാക്കിയിരിക്കാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ അവർ നിന്നെ തൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് സ്നേഹത്തിൽ പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമം അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് നൽകി ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇന്ന് ലോകം മുഴുവൻ അനർത്ഥങ്ങൾ, അപ്രതീക്ഷിതമായ അനർത്ഥങ്ങൾ നടക്കുന്നു. ഇന്ന് ടെക്സാസിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അവിടുത്തെ കാലാവസ്ഥ വിദഗ്ധർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് 2 മണിക്കൂറിനകത്ത് ഒരു പുഴയിലെ വെള്ളം 30 അടിയോളം ഉയർന്നു. അനേകർ അപ്രത്യക്ഷരായി. എന്നാൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവന് മാത്രമേ സുരക്ഷിതത്വമുള്ളൂ. മാനുഷികമായ എല്ലാ കാര്യത്തിനും ഒരു പരിമിതിയുണ്ട്. എന്നാൽ ദൈവം സൂക്ഷിച്ചാൽ, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൽ വസിക്കുന്നവൻ ദൈവദൂതന്മാരുടെ കാവലിലായിരിക്കും. അവൻ നിന്റെ കാലുകളിൽ തട്ടാതെ നിന്നെ കാത്തുകൊള്ളും. ഈ ഭൂമിയിലെ ജീവിതത്തിലും നിത്യതയിലും യേശുവിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ സങ്കേതത്തിൽ മാത്രമേ അഭയമുള്ളൂ. അതുകൊണ്ട് വിനീതനായി, വിനയത്തോടെ, നിഗളിക്കാതെ, തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരികെ. ദൈവമേ, നിഗളിക്കാതെ താഴ്മയോടെ ഇരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സങ്കേതത്തിൽ മറയുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കാലടികളെ അങ്ങ് സൂക്ഷിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്ന് അങ്ങയുടെ ചിറങ്കീഴിൽ എന്നെ മറക്കണമേ. അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഒരു പ്ലാൻ വെച്ചിരിക്കുന്നത്.
നമ്മുടെ ഇഷ്ടത്തിൽ നടന്നാൽ നമ്മൾ നശിച്ചു പോകും, നിത്യമായ നരകത്തിന് ഇരയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ നമ്മൾ നിത്യമായ സ്വർഗത്തിൽ ഈ ഭൂമിയിലെ ജീവിതത്തിലും വരാനിരിക്കുന്നതിൽ ദൈവത്തോടുകൂടെ ആനന്ദിക്കുവാനിടയാകും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പഴയത് കഴിഞ്ഞു പോകുന്നു, എല്ലാം പുതിയതായിത്തീരുന്നു. അവൻ ദൈവത്തിൻ്റെ പുത്രനായിത്തീരുന്നു. എന്താണ് അതിന് ചെയ്യേണ്ടത്? യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ, യേശുവിനായി ജീവിതം സമർപ്പിക്കുന്നവൻ, യേശുവിനെ രക്ഷകനായി തൻ്റെ ജീവിതത്തിലെ രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്നവൻ, അവന് ദൈവപുത്രനാകുവാൻ ദൈവം അധികാരം നൽകുന്നു. ദൈവത്തിൻ്റെ പുത്രൻ ആയിത്തീരുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ മുന്നമേ നമ്മെ ദൈവപുത്രരാകുവാൻ ദത്തെടുക്കുവാനായിട്ട് നിർണയിക്കപ്പെട്ടിരിക്കുന്നവർ ആണ് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ മറവിൽ മറയുവാൻ, ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. യേശുവെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബോധം തരും, പാവബോധവും മാനസാന്തരവും തരും, ദൈവിക സമാധാനവും സന്തോഷവും നൽകി ദൈവത്തിൽ നിന്നുള്ള വിശ്വാസവും ഉറപ്പും ധൈര്യവും ദൈവം നൽകും. ദൈവം നൽകുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മധൈര്യത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവാണ്. അതെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. ദൈവം അനുകൂലമായി തീർന്നാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങൾക്ക് എതിരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളോട് എതിർക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. എന്നാൽ ദൈവം പ്രതികൂലമായാൽ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അവർ കൈമലർത്തുക എന്ന് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവം അനുകൂലമാക്കുവാൻ, ദൈവം എൻ്റെ അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യും. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ചൂരച്ചെടി പോലെ അവൻ ഉണങ്ങിപ്പോകും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധിപ്പെടും. കാരണം ദൈവം അവന് അനുകൂലമാണ്, ദൈവം അവന് സഹായമാകും. അതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. അത് നമുക്ക് എല്ലാ മനുഷ്യർക്കും അത് സാധ്യമാണ്. മനസ്സ് വെച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ആ രക്ഷയെ കൈവരിച്ചാൽ നമുക്ക് ദൈവപുത്രർ എന്നുള്ള പദവി ദൈവം സൗജന്യമായി നൽകും. അത് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലെടുക്കേണ്ട തീരുമാനമാണ്. എന്നാൽ ആ സന്തോഷ വാർത്ത, അങ്ങനെ ഒരു ഭാഗ്യപദവി നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത എല്ലാ മനുഷ്യനോടും അറിയിക്കുവാൻ ദൈവം ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നത്. അതിനാലാണ് ഈ അനൗൺസ്മെൻറ്റ്. ദൈവസ്നേഹത്തിൽ മറ്റുള്ള മനുഷ്യർ നശിച്ചു പോകാതെ അവർ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ അറിയിപ്പ് നൽകുന്നത്. മനസ്സുള്ളവർ അത് സ്വീകരിച്ച് ആ രക്ഷ പ്രാപിക്കുവാൻ ഇടയാകും. നിങ്ങൾക്കും ആ രക്ഷ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിത്യാനന്ദ ഭാഗ്യം ലഭിക്കുവാൻ നിങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ.